എല്ലാവർക്കും PSC ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ന്യൂ SCRTയുടെ 9ാം ക്ലാസ്സിൻ്റെ ബയോളജിയാണ് എടുക്കുന്നത്. ബയോളജിയിൽ ഒന്നാമത്തെ ചാപ്റ്റർ ജീവൽ പ്രക്രിയകളിലേക്ക് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിൽ പറയുന്നത് ജീവൻ അടിസ്ഥാനമായുള്ള കോശങ്ങളുടെ കാര്യവും അതുപോലെ സസ്യങ്ങളിലാണെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഘട്ടങ്ങൾ, പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ചുള്ള വിശദമായ ഒരു ചാപ്റ്ററാണിത്. അതുപോലെ ബയോമോളിക്യൂളുകൾ, മനുഷ്യൻ്റെ ഘടന, മനുഷ്യൻ്റെ ഒരു കോശത്തിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുപോലെ ബേസിക് ആയുള്ള കാര്യങ്ങളാണ് ഈ പാഠം ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈക്കോളി ബാക്ടീരിയയുടെ ചിത്രമാണ് കാണുന്നത്. ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയയാണ് ഈക്കോളി. ഈക്കോളി ബാക്ടീരിയയെ കൃത്രിമ രീതിയിലൂടെ സൃഷ്ടിച്ചത് കേംബ്രിഡ്ജിലെ ഗവേഷകരാണ്. കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഗവേഷകരാണ് ഈക്കോളി ബാക്ടീരിയ ആദ്യമായി നിർമ്മിച്ചത്. സാധാരണയായി ഈക്കോളി ബാക്ടീരിയ കാണപ്പെടുന്നത് കുടലിലും മണ്ണിലുമാണ്. മനുഷ്യൻ്റെ കുടലിലും മണ്ണിലും കാണപ്പെടുന്നത് ഒരു ബാക്ടീരിയയാണ് ഈക്കോളി. ഇനി ബയോമോളിക്യൂളുകളുടെ ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. ജീവൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളായ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവയാണ് ബയോമോളിക്യൂളുകൾ. ബേസിക്കായുള്ള ഘടകങ്ങൾ, ജീവൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് ബയോമോളിക്യൂളുകൾ. ബയോമോളിക്യൂളുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ മൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽഷ്യം തുടങ്ങിയവ. അതായത് ഇതെല്ലാം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്ന മൂലകങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കോശങ്ങൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ മൂലകങ്ങൾ തന്നെയാണ്. ഇനി ബയോമോളിക്യൂളുകളുടെ ക്ലാസിഫിക്കേഷനും അവയുടെ ഉദാഹരണം ഒരു ഫ്ലോ ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റുകളാണ് ഫസ്റ്റ്. അതിൻ്റെ ഉദാഹരണങ്ങൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ് എന്നിവയാണ്. അപ്പോൾ കൂട്ടത്തിൽ പെടാത്ത കാർബോഹൈഡ്രേറ്റുകളിൽ പെടാത്തത് ഏതെല്ലാം എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഇനി ലിപ്പിഡുകൾ, കൊഴുപ്പുകൾ, എണ്ണകൾ, അതെല്ലാം ലിപ്പിഡുകൾ ഉദാഹരണമാണ്. പ്രോട്ടീനുകളോ, എൻസൈമുകൾ, ഹോർമോണുകൾ, ആൻറ്റിബോഡികൾ. എൻസൈമുകൾ, ഹോർമോണുകൾ, ആൻറ്റിബോഡികളാണ് പ്രോട്ടീനുകൾക്ക് ഉദാഹരണം. അപ്പം എൻസൈം ഒരു പ്രോട്ടീന് ഉദാഹരണമാണ്. പ്രസ്താവന ശരിയാണോ അങ്ങനെ ചോദിക്കാൻ വേണമെങ്കിൽ. അല്ലെങ്കിൽ ഹോർമോണുകൾ പ്രോട്ടീനുകൾക്ക് ഉദാഹരണമാണ്, ശരിയോ തെറ്റോ. ആൻറ്റിബോഡികൾ പ്രോട്ടീനുകളാണോ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ PSCക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. ഇനി ന്യൂക്ലിക് ആസിഡുകൾ DNA, RNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും റൈബോ ന്യൂക്ലിക് ആസിഡും ന്യൂക്ലിക് ആസിഡിന് ഉദാഹരണമാണ്. നമ്മുടെ ജനിതക ഘടനയ്ക്ക് മുഖ്യ ആധാരമായിരിക്കുന്ന DNAയും RNAയും. ഇനി ചലനം, പ്രതികരണം, ശ്വസനം, വളർച്ച, പ്രത്യുൽപാദനം തുടങ്ങിയവയാണ് ജീവലക്ഷണങ്ങൾ. ഒരു വസ്തുവിന് ജീവനുണ്ട് എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇവ. ചലനം, പ്രതികരണം, ശ്വസനം, വളർച്ച, പ്രത്യുൽപാദനം. ജീവൻ്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. അപ്പം ജീവൽ പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കുന്നത് ഒരു കോശത്തിനകത്താണ്. അവിടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. ഇനി മെറ്റബോളിസം, അനബോളിസം, കാറ്റബോളിസം. മെറ്റബോളിസവും അതിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷനാണ്, അനബോളിസവും കാറ്റബോളിസവും. അതായത് അനബോളിസവും കാറ്റബോളിസവും ഉൾപ്പെടുന്നതാണ് മെറ്റബോളിസം എന്ന പ്രക്രിയ. എന്താണെന്ന് നോക്കാം. ഒരു ജീവിയിൽ ബയോമോളിക്യൂളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന രാസപ്രവർത്തനങ്ങളെ ഒന്നാകെ മെറ്റബോളിസം എന്ന് പറയുന്നു. അപ്പം ഒരു ജീവിയിൽ നടക്കുന്ന ഒന്നാകെയുള്ള രാസപ്രവർത്തനങ്ങളാണ് മെറ്റബോളിസം. മെറ്റബോളിസത്തെ രണ്ടായി തിരിക്കാം, അനബോളിസം, കാറ്റബോളിസം. അനബോളിസം എന്താണ്? ഒരു ജീവശരീരത്തിൽ തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന രാസപ്രവർത്തനം അനബോളിസം എന്നറിയപ്പെടുന്നു. തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന, അതായത് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം അനബോളിസങ്ങളാണ്. എക്സാമ്പിൾ പ്രകാശ സംശ്ലേഷണമാണ് ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. അതാണ് അനബോളിസത്തിന് ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. കാറ്റബോളിസം ഒരു ജീവശരീരത്തിൽ തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന രാസപ്രവർത്തനം കാറ്റബോളിസം എന്നറിയപ്പെടുന്നു. എക്സാമ്പിൾ പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡുകളായി മാറുന്നു. പ്രോട്ടീൻ്റെ വിഘടനമാണ് ഇവിടെ കാറ്റബോളിസത്തിന് ഉദാഹരണമാകുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് വിഘടനവും അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആവശ്യമാണ്. അപ്പം ടോട്ടൽ ജീവൽ പ്രവർത്തനങ്ങൾ മെറ്റബോളിസം എന്നറിയപ്പെടുന്നു. അപ്പം കാറ്റബോളിസം പ്ലസ് അനബോളിസം ആണ് മെറ്റബോളിസം. ഇനി എൻസൈമുകളെ കുറിച്ചാണ് പറയുന്നത്. ജീവികളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ് എൻസൈമുകൾ.
ഇപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ 2 പ്രവർത്തനങ്ങളാണെങ്കിലും പ്രകാശ സംശ്ലേഷണം അതുപോലെ പ്രോട്ടീൻ വിഘടനം അതൊക്കെ ത്വരിതപ്പെടുത്താൻ വേണ്ടി എൻസൈമുകളുടെ സഹായം ആവശ്യമാണ്. മിക്ക എൻസൈമുകളും പ്രോട്ടീനുകളാണ്. മുകളിൽ പറഞ്ഞിരുന്നു പ്രോട്ടീൻ ഉദാഹരണമാണ് എൻസൈം എന്ന്. ഇനി എൻസൈമുകൾക്ക് ഉദാഹരണങ്ങളാണ് ഉമിനീരിലെ സലൈവറി അമിലേസ്, അതുപോലെ ആമാശയത്തിലെ പെപ്സിൻ. ഇവ രണ്ടും മനുഷ്യൻ്റെ ദഹന പ്രക്രിയകളുമായി ബന്ധപ്പെട്ട എൻസൈമുകളാണ്. ഇപ്പോൾ ദഹന പ്രക്രിയയിൽ മനുഷ്യൻ്റെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ പോഷകാംശങ്ങളുള്ള ഘടകങ്ങളാക്കി മാറ്റുകയും അത് ശരീരം ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ആവശ്യമായിട്ടുള്ള 2 എൻസൈമുകളാണ് അവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. ഇനി ഹോർമോണുകൾ എന്താണെന്ന് നോക്കാം. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളാണ് ഹോർമോണുകൾ. ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് എൻഡോക്രൈൻ ഗ്രന്ഥികളാണ്. നമ്മുടെ ഉള്ളിലുള്ളത്, എൻഡോ എന്ന് പറയുമ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഗ്രന്ഥികൾ തന്നെയല്ലേ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പ്രോട്ടീൻ ഉദാഹരണമാണ് ഹോർമോൺ. അപ്പം ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളാണ് ഹോർമോണുകൾ. എൻഡോക്രൈൻ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്നു. എക്സാമ്പിൾ ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ തുടങ്ങിയവ. ഇനി അടുത്ത ഒരു ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അതിലെന്താ പറയുന്നത് വെച്ചാൽ ഏകകോശ ജീവി, അതുപോലെ ജന്തുക്കൾ, സസ്യങ്ങൾ ഇവയിലെല്ലാം ബാഹ്യപരിസ്ഥിതിയിൽ നിന്ന് മെറ്റബോളിസത്തിന് ആവശ്യമായ പദാർത്ഥങ്ങൾ കോശദ്രവ്യത്തിലേക്ക് എത്തുന്ന വിധമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏകകോശ ജീവികളിൽ അതിനനുസരിച്ച് അത്രയും കുറച്ച് കോശ സംവിധാനങ്ങൾ മാത്രമേ അതിലുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഏകകോശ ജീവി ഉദാഹരണം അമീബയാണ്. എങ്ങനെയാണ് മെറ്റബോളിസത്തിന് ആവശ്യമായ പദാർത്ഥങ്ങൾ കോശദ്രവ്യത്തിലേക്ക് എത്തുന്നത് നോക്കാം. കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒന്നുമില്ല, ഡയറക്റ്റായിട്ട് പ്രവേശിക്കുന്നു. അത് മാത്രമേ ഉള്ളൂ. അവരുടെ അത്രയും സിമ്പിളായിട്ടുള്ള ശരീരഘടനയാണ്. അതുകൊണ്ട് കോശസ്തരത്തിലൂടെ തന്നെ പ്രവേശിക്കുന്നു. ഇനി ജന്തുക്കൾ. കോശങ്ങൾക്കിടയിലെ ദ്രവത്തിലേക്ക് എത്തുന്ന മാറ്റങ്ങൾക്ക് വിധേയമായ പദാർത്ഥങ്ങൾ കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. കോശങ്ങൾക്കിടയിലെ ദ്രവം ഏതാ? രക്തമാണ് നമ്മുടെ എല്ലാം ശരീരത്തിലെ എന്ത് പദാർത്ഥങ്ങളുടെയും സംവഹനം നടത്തുന്നത് രക്തമാണ്. അപ്പം രക്തത്തിലൂടെയുള്ള പദാർത്ഥങ്ങൾ കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുകയും അതിനാവശ്യമായ മെറ്റബോളിസത്തിന് ആവശ്യമായ പദാർത്ഥങ്ങളെ കൊണ്ടെത്തിക്കുകയും അങ്ങനെ അവിടെ പ്രവർത്തനങ്ങൾ ഓരോ കോശത്തിനകത്തും പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നു. ഇനി സസ്യത്തിന് എങ്ങനെയാണ്? സസ്യത്തിൽ ഒരുപാട് രീതിയിലൂടെ 3-4 രീതിയിലൂടെ ഇങ്ങനെ മെറ്റബോളിസത്തിന് ആവശ്യമായ പദാർത്ഥങ്ങൾ കടത്തിവിടാം. കോശഭിത്തിയിലൂടെ അല്ലെങ്കിൽ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെ ഒക്കെ കടന്നു പോകുന്നു. പിന്നെ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മേറ്റ എന്ന കോശദ്രവ്യ പാതകളിലൂടെ. അപ്പം എന്താണ് പ്ലാസ്മോഡെസ്മേറ്റ? സസ്യങ്ങളിൽ കോശദ്രവ്യ പാതകളായിട്ട് ആക്ട് ചെയ്യുന്ന തൊട്ടടുത്ത രണ്ട് കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതകളാണ് പ്ലാസ്മോഡെസ്മേറ്റ. ഒരു കോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്ലാസ്മ സ്തരത്തിലൂടെയും പദാർത്ഥങ്ങൾക്ക് പോകാൻ പറ്റും. ഇനി ആന്തരപരിസ്ഥിതിയെക്കുറിച്ചാണ് പറയുന്നത്. ആന്തര സമസ്ഥിതി പാലനം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിനെ സമസ്ഥിതി പാലനം അല്ലെങ്കിൽ ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്നു. അപ്പോൾ ആന്തര സമസ്ഥിതി ജീവികൾ, നമ്മുടെ ജന്തുക്കളിലും സസ്യങ്ങളിലും വേറെ വേറെ ആന്തര പരിസ്ഥിതിയാണുള്ളത്. അപ്പോൾ ജന്തുക്കളിൽ ആന്തര പരിസ്ഥിതിയായി വർത്തിക്കുന്നത് എന്താണ്? കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവം അഥവാ എക്സ്ട്രാ സെല്ലുലാർ ദ്രവമാണ് ആന്തര പരിസ്ഥിതിയായിട്ട് പ്രവർത്തിക്കുന്നത്. സസ്യങ്ങളിൽ ആന്തര പരിസ്ഥിതിയായി പ്രവർത്തിക്കുന്നത് കോശഭിത്തിയും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലെ ദ്രവവും വായു അറകളും. അപ്പം ഈ ഒരു സമസ്ഥിതി പാലനം നടന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സസ്യത്തിൻ്റെ ആണെങ്കിൽ കോശങ്ങളിൽ ഒരു പ്രവർത്തനവും നടക്കില്ല. അപ്പോൾ ആ സമസ്ഥിതി പാലനമാണ് ജീവൻ്റെ അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു ആന്തര പരിസ്ഥിതിക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് പദാർത്ഥ സംവഹനത്തിനും കോശങ്ങൾക്കിടയിൽ മെറ്റബോളിസമായ പ്രവർത്തനങ്ങൾ നടക്കുവാനും ഒക്കെ ഈ ആന്തര പരിസ്ഥിതി പാലനത്തിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി വർണ്ണധാരിസ്തരം അഥവാ സെലക്റ്റീവ്ലി പെർമിയബിൾ മെമ്പറൈനെ കുറിച്ചാണ് പറയുന്നത്.
പ്ലാസ്മ സ്തരത്തിലൂടെ അഥവാ കോശസ്തരത്തിലൂടെ ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവയ്ക്ക് അനായാസം കടന്നു പോകാനാകും. എന്നാൽ ചില പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കും പ്ലാസ്മ സ്തരത്തിലെ പ്രത്യേകതരം ചാനലുകളിലൂടെയോ സുഷിരങ്ങളിലൂടെയോ മാത്രമേ കടക്കാനാകൂ. അതിനാൽ പ്ലാസ്മ സ്തരം വർണ്ണധാര്യ സ്തരം എന്നുകൂടി അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലാസ്മ സ്തരം അല്ലെങ്കിൽ കോശസ്തരത്തിലൂടെയാണ് മെറ്റബോളിസത്തിന് ആവശ്യമായ പദാർത്ഥങ്ങളൊക്കെ കടന്നു വരുന്നത്. അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, കോശത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ, ജീവൻ നിലനിർത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്ലാസ്മ സ്തരത്തിനെ വർണ്ണധാര്യ സ്തരം അഥവാ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? ഈ നമ്മുടെ സ്ഥിരമായിട്ട് കടന്നു പോകുന്ന ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവയെ മാത്രമല്ല, അല്ലാതെയുള്ള സെലക്റ്റീവായിട്ടുള്ള അയോണുകൾക്കും പ്ലാസ്മ സ്തരത്തിലെ പ്രത്യേകതരം ചാനലുകളിലൂടെ മാത്രം കടത്തിവിടുന്നു. സെലക്ട് ചെയ്ത് കടത്തിവിടുന്നതിനെയാണ് വർണ്ണധാര്യ സ്തരം. അതുകൊണ്ടാണ് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്നൊരു പേര് ലഭിച്ചത്. ഇനി അടുത്തതായിട്ട് ഒരു തന്മാത്രകളുടെ വ്യാപനം. കോശത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തന്മാത്രകൾ കൈമാറുകയും അവ തമ്മിലുള്ള ഒരു തന്മാത്രകൾ കൈമാറി പുതിയ പ്രവർത്തനങ്ങൾ, മെറ്റബോളിക് പ്രവർത്തനങ്ങൾ നടന്നാൽ മാത്രമേ ജീവൻ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ആ തന്മാത്രകളുടെ കൈമാറ്റങ്ങൾ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ കോശങ്ങളിലൊക്കെ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഓസ്മോസിസ്, അന്തർവ്യാപനം, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഈ 4 പ്രവർത്തനങ്ങളുടെ വിശദീകരണമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഡെഫിനിഷൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് നടക്കുന്നത് എന്താ? ഫസ്റ്റത്തെ പ്രവർത്തനം ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓസ്മോസിസ് ആണ്. ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധധാര്യ സ്തരത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ്. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ട് താഴെ എ ബി സി ഡി എന്ന് പറഞ്ഞ് ഈ 4 പ്രവർത്തനങ്ങൾ തന്നാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ എന്താണ് ഓസ്മോസിസിന് ഓർക്കേണ്ടത്? ഇമ്പോർട്ടൻ്റ് ആയുള്ള 2 വാക്കുകൾ ഓർത്താൽ മതി. ജലതന്മാത്രകൾ മാത്രമേ ഓസ്മോസിസിന് വിധേയമാകുകയുള്ളൂ. അതുപോലെ അർദ്ധധാര്യസ്തരത്തിൻ്റെ പ്രാധാന്യം അവിടെ വളരെ വലുതാണ് ഓസ്മോസിസിൽ. ഇനി അടുത്തതായി വരുന്നത് അന്തർവ്യാപനം അഥവാ ഡിഫ്യൂഷൻ. തന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് വ്യാപിക്കുന്ന പ്രതിഭാസമാണ്, ഒരു വ്യാപനമാണ് അന്തർവ്യാപനം. ഇപ്പം വായുവിലൂടെ അന്തർവ്യാപനം നടക്കുന്നുണ്ട്. ഒരു ചന്ദനത്തിരിയുടെ മണം ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നു. അത് ഡിഫ്യൂഷൻ്റെ ഉദാഹരണമാണ്. അപ്പം അങ്ങനെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് തന്മാത്രകൾ സഞ്ചരിക്കുന്നതാണ് അന്തർവ്യാപനം. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. പ്ലാസ്മ സ്തരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ തന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് വ്യാപിക്കുന്ന ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പം ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ ഒരു ഫെസിലിറ്റി ഉണ്ട്. എന്താ? പ്രോട്ടീനുകളുടെ സഹായമുണ്ട്. അതാണ് അവിടുത്തെ ഫെസിലിറ്റി. അങ്ങനെ ഓർത്താൽ മതി. തന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് വ്യാപിക്കുന്നു, ഊർജം ആവശ്യമില്ല. ഇനി അടുത്തതായിട്ട് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണ്? പ്ലാസ്മ സ്തരത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ തന്മാത്രകൾ അവയുടെ ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്ന് കൂടിയ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന ഊർജം ആവശ്യമായ പ്രക്രിയയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ 3 പ്രക്രിയകളിലും ഗാഢത കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കായിരുന്നു തന്മാത്രകൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഈ ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ മാത്രം ഗാഢത കുറഞ്ഞ ഭാഗത്തു നിന്ന് കൂടിയ ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നു. അപ്പോൾ എന്താ ആവശ്യമുണ്ട്? ഊർജം ആവശ്യമുണ്ട്. വാഹക പ്രോട്ടീനുകളുടെ സഹായമുണ്ട്, പക്ഷേ ഊർജം ആവശ്യമാണ്. ഇനി പ്രകാശ സംശ്ലേഷണമാണ് പഠിക്കാനുള്ളത്. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായൊരു കണമാണ് ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകണം. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടനയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഇലയുടെ ചിത്രം സൈഡിലുണ്ട്, ലെഫ്റ്റ് സൈഡിൽ. അതിനെ വിപുലീകരിച്ച് കൊടുത്തിട്ടുള്ള ഉപരിവൃതി കോശങ്ങൾ. ഇലയുടെ മുകൾ ഭാഗത്തും അടിഭാഗത്തുമായി ഉപരിവൃതി കോശങ്ങൾ കാണപ്പെടുന്നു. അടിഭാഗത്ത് എന്ത് കാണുന്നു? സ്റ്റൊമാറ്റ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വാതകങ്ങളുടെ വിനിമയത്തിനായി ഓക്സിജൻ വലിച്ചെടുക്കുന്നതിനും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരുന്നതിനുമൊക്കെയായി സ്റ്റൊമാറ്റയുണ്ട്. പിന്നെ ആ നടുഭാഗത്ത് കാണുന്നത് എന്താണ്? മീസോഫിൽ കോശങ്ങളാണ്. ഈ മീസോഫിൽ കോശങ്ങളുടെ ഉള്ളിലാണ് എന്ത് കാണുന്നത്? ക്ലോറോപ്ലാസ്റ്റ് കാണുന്നത്. ആ 3ാമത്തെ ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടനയാണ്.
ക്ലോറോപ്ലാസ്റ്റിന് 2 തരം സ്തരങ്ങളുണ്ട്. ഇരട്ട സ്തരമാണ് ബാഹ്യസ്തരവും ആന്തരസ്തരവും. അതിൻ്റെ ഉള്ളിലായി എന്ത് കാണുന്നു? സ്ട്രോമ, ദ്രാവക ഭാഗമായ സ്ട്രോമ കാണുന്നു. അതിൽ നാണയത്തുട്ട് പോലുള്ള തൈലക്കോയിഡുകൾ കാണുന്നു. തൈലക്കോയിഡിൻ്റെ അടുക്കാണ് എന്ത്? ഗ്രാന. പിന്നെ സ്ട്രോമ ലാമെല്ല എന്താണ്? ഗ്രാനകളെ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് സ്ട്രോമ ലാമെല്ല. ഈ ഇരട്ട സ്തരത്തിനോട് ഇടയിൽ സ്തരങ്ങൾക്കിടയിലുള്ള സ്ഥലവും അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി താഴോട്ട് കുറേ ഡെഫിനേഷൻസും പ്രകാശ സംശ്ലേഷണം എന്താണെന്നും ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്നുമാണ് പറയുന്നത്. സസ്യങ്ങളുടെ പച്ച നിറമുള്ള ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സവിശേഷ കോശങ്ങളാണ് ഉപരിവൃതി കോശങ്ങൾ, സ്റ്റൊമേറ്റ, മീസോഫിൽ കോശങ്ങൾ. അപ്പോൾ പച്ച നിറമുള്ള ഭാഗങ്ങളിൽ കാണുന്നു ഈ 3 കോശങ്ങൾ. അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, ഇലയുടെ പച്ച നിറമുള്ള ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കോശങ്ങൾക്ക് ഉദാഹരണങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ് ശരി? 1, 2 ശരി, 1, 2, 3 ശരി, അങ്ങനെ വേണമെങ്കിൽ ഓപ്ഷൻ കൊടുക്കാം. മീസോഫിൽ കോശങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പം ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പം അത് പഠിച്ച് വയ്ക്കാം. ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്ന കോശങ്ങൾ ഏതാണ്? മീസോഫിൽ കോശങ്ങളാണ്. ഹരിതകണം കാണപ്പെടുന്നത് മീസോഫിൽ കോശങ്ങളിലാണ്. ഹരിതകണത്തിലെ ഇരട്ട സ്തരങ്ങളാണ് ബാഹ്യസ്തരവും ആന്തരസ്തരവും. നമ്മൾ നേരത്തെ ഡയഗ്രത്തെ കണ്ടിരുന്നു. ഇനി ഹരിതകണത്തിലെ ദ്രാവക ഭാഗമാണ് എന്ത്? സ്ട്രോമ. ഹരിതകണത്തിൽ കാണപ്പെടുന്ന സ്തരസഞ്ചികളാണ് തൈലക്കോയിഡ്. തൈലക്കോയിഡുകളുടെ അടുക്ക് അറിയപ്പെടുന്നത് ഗ്രാന എന്നാണ്. തൈലക്കോയിഡ് അടുക്കി വെച്ചിരിക്കുന്ന ഒരു ഘടന നമ്മൾ ചിത്രത്തിൽ കണ്ടു, അതാണ് ഗ്രാന. ഹരിതകം അഥവാ ക്ലോറോഫിൽ കാണപ്പെടുന്ന ഹരിതകണത്തിലെ ഭാഗമാണ് ഗ്രാന. ഗ്രാനകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം സ്ട്രോമ ലാമെല്ല. അപ്പം നമ്മൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഘടകങ്ങളെല്ലാം പഠിച്ചു. ഇനി അവിടെ എന്താണ് നടക്കുന്നത്, പ്രകാശ സംശ്ലേഷണം എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് എന്ത്? പ്രകാശ സംശ്ലേഷണം. ഏകകോശ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമായ ആൽഗകളിലും പ്രോകാരിയോട്ടുകളായ ബ്ലൂ ഗ്രീൻ ആൽഗകളിലും പോഷകങ്ങൾ ലഭ്യമാകുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ്. അപ്പം ആൽഗകൾ നമ്മൾ പറയാറുണ്ട്, സമുദ്രഭാഗങ്ങളിൽ സമുദ്രത്തിലെ പ്രധാന ഓക്സിജൻ്റെ ഉറവിടം എന്താണ്? ആൽഗകളുടെ പ്രകാശ സംശ്ലേഷണമാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ചെറു സസ്യങ്ങളും ആൽഗകളും ഒക്കെ പ്രകാശ സംശ്ലേഷണത്തിലൂടെ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ ഇത്രയും സുലഭമായിട്ട് ഓക്സിജൻ ഉള്ളത്. പ്രകാശ സംശ്ലേഷണത്തിലെ 2 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും. പ്രകാശ സംശ്ലേഷണത്തിലെ ഇരുണ്ട ഘട്ടത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ. 1961 രസതന്ത്ര നോബൽ ലഭിച്ചു. അപ്പോൾ ഈ വർഷം 1961 രസതന്ത്ര നോബൽ ലഭിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ജീവശാസ്ത്രത്തിലാണ് നോബൽ സമ്മാനം ലഭിച്ചത്, അങ്ങനെയൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്നാലും നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. പ്രകാശ സംശ്ലേഷണം എന്നാൽ ബയോളജി അല്ലേ നമ്മൾ ഓർക്കും, പക്ഷേ ഇത് രസതന്ത്രത്തിനാണ് നോബൽ ലഭിച്ചതെന്ന് ഓർത്ത് വയ്ക്കാം. സസ്യങ്ങൾ സ്വപോഷികളെന്നും ജന്തുക്കൾ പരപോഷികളെന്നും അറിയപ്പെടുന്നു. സസ്യങ്ങൾ സ്വപോഷികൾ എന്നറിയപ്പെടാൻ കാരണം എന്താണ്? സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നു. എന്നാൽ ജന്തുക്കളോ സസ്യങ്ങളെ ആശ്രയിക്കുന്നു, അല്ലെങ്കിൽ അവർ മറ്റ് ജീവികളെ ഭക്ഷ്യയോഗ്യമാക്കുന്നു. അതുകൊണ്ട് അവർ പരപോഷികളാണ്. ഇനി പ്രകാശഘട്ടം എന്താണെന്ന് നോക്കാം. പ്രകാശഘട്ടത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഗ്രാനയിൽ വെച്ച് നടക്കുന്ന ഘട്ടമാണ് പ്രകാശഘട്ടം. പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു. ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു. സസ്യങ്ങൾ എന്ത് പുറന്തള്ളുന്നു? ഓക്സിജൻ പുറന്തള്ളുന്നു. ഹൈഡ്രജൻ സ്ട്രോമയിലെത്തുന്നു. ഊർജ്ജ തന്മാത്രയായ ATP ഉണ്ടാകുന്നു. അപ്പോൾ പ്രകാശഘട്ടത്തിൽ ഒരുവിധം പ്രവർത്തനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായി, അതുപോലെ ഓക്സിജൻ പുറന്തള്ളി, പിന്നെ ഊർജ്ജ തന്മാത്രയായ ATP ഉണ്ടായി, ഹൈഡ്രജൻ സ്ട്രോമയിലെത്തി. ഇനി ഇരുണ്ട ഘട്ടത്തിലോ? സ്ട്രോമയിൽ വെച്ചാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത്. അപ്പം ദ്രാവക ഭാഗമായ സ്ട്രോമയിൽ വെച്ച് ഇരുണ്ട ഘട്ടം നടക്കുന്നു. പ്രകാശം ഉപയോഗിക്കുന്നില്ല, പേര് പോലെ തന്നെ പ്രകാശം ഉപയോഗിക്കുന്നില്ല. ഈ ഘട്ടത്തിന് ആവശ്യമായ ഹൈഡ്രജനും ഊർജ്ജവും പ്രകാശഘട്ടത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു പ്രകാശഘട്ടത്തിൽ ATP തന്മാത്ര ഉണ്ടാക്കി വെച്ചു. അത് ഉപയോഗിക്കുന്ന എവിടെയാണ്? ഇരുണ്ട ഘട്ടത്തിലാണ്. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. അപ്പോൾ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ പ്രകാശഘട്ടത്തിൽ നടന്നു. ഗ്ലൂക്കോസ് ഉണ്ടാകുന്ന പ്രവർത്തനം ഇരുണ്ട ഘട്ടത്തിൽ നടന്നു. ഇത് കമ്പയർ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതുപോലെ തെറ്റായ പ്രകാശ ഘട്ടത്തെപ്പറ്റി തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇനി പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്?
ക്ലോറോഫിൽ, ജലം, സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ജലം ആവശ്യമാണ്. ജലത്തിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? ഹൈഡ്രജനും ഓക്സിജനും വേർതിരിച്ചെടുക്കുന്നത്. അതുപോലെ സൂര്യപ്രകാശം, കാർബൺ ഡൈ ഓക്സൈഡ്, ക്ലോറോഫിൽ. പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? ഗ്ലൂക്കോസും ഓക്സിജനും. അതിവേഗം ജലത്തിൽ ലയിക്കുന്നതിനാൽ ഗ്ലൂക്കോസ് സസ്യങ്ങളിൽ സംഭരിക്കുന്ന രൂപം ഏതാണ്? അന്നജം, സ്റ്റാർച്ച്. അപ്പം ഗ്ലൂക്കോസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ജലത്തിൽ ലയിച്ച് വേഗം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ആഹാരമായിട്ട് സംഭരിക്കുന്നത് അന്നജ രൂപത്തിലാണ്. അന്നജം മെറ്റബോളിസത്തിന് വിധേയമാകുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് സുക്രോസും ഫ്രക്ടോസും. അപ്പോൾ അന്നജത്തിൽ നിന്ന് ഉണ്ടാകുന്ന സാധനങ്ങളാണ് എന്തൊക്കെ? സുക്രോസും ഫ്രക്ടോസും. ഗ്ലൂക്കോസിൽ നിന്ന് ലഭിക്കുന്ന പോഷകങ്ങൾ വിറ്റാമിനുകൾ, കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ തുടങ്ങിയവ. ഇവയെല്ലാം ഗ്ലൂക്കോസിൽ നിന്ന് ലഭിക്കുന്ന പോഷക ഘടകങ്ങളാണ്. ഇനി ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് വരുന്നത് സമുദ്രത്തിൻ്റെ മേഖലകൾ. സമുദ്രത്തെ നമ്മൾ 3 മേഖലകളായി തിരിച്ചിരിക്കുന്നു. ഇത് കഴിഞ്ഞ വർഷം BSc നടത്തിയ ഒരു ഡിഗ്രി ലെവൽ ചോദ്യത്തിന് ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഈ ചോദ്യം വന്നിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ക്വസ്റ്റ്യൻസ് കാണാം, നോക്കി വെക്കേണ്ട ഒരു മേഖലയാണ്. യൂഫോട്ടിക് മേഖല ഫസ്റ്റത്തെ മേഖലയാണ്. യൂഫോട്ടിക് മേഖല എന്താണ്? ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്നതും ധാരാളം ജീവികൾ കാണപ്പെടുന്നതുമായ മേഖലയാണ് യൂഫോട്ടിക് മേഖല. അപ്പോൾ 200 മീറ്റർ ആഴത്തിൽ നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്നു, അതുപോലെ കുറേ അധികം വൈവിധ്യങ്ങളായ ജീവികൾ കാണപ്പെടുന്നു. അടുത്തത് ഡിസ്പോട്ടിക് മേഖല. 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന മേഖലയാണ് ഡിസ്പോട്ടിക് മേഖല. പ്രകാശലഭ്യത പരിമിതമാണെങ്കിലും സസ്യകേന്ദ്രീകൃതമായ ജീവജാലിക അഥവാ വെബ് ഓഫ് ലൈഫ് ജീവജാലിക ആണ് ഈ മേഖലയിൽ കാണപ്പെടുന്നത്. അപ്പോൾ കൂടുതലും സസ്യങ്ങളാണ് കാണുന്നത്. ചെറുപായലുകൾ, അതുപോലെ പ്ലവകങ്ങളൊക്കെയാണ് ഈ മേഖലയിൽ കാണുന്നത്. ജന്തുക്കളൊക്കെ മീനുകളും അതുപോലെ കൂടിയ ഭാഗങ്ങളൊക്കെ കൂടിയ ജന്തുജാലങ്ങളിലൊക്കെ എവിടെ കാണുന്നു? യൂഫോട്ടിക് മേഖലയിൽ കാണുന്നു. ഡിസ്പോട്ടിക്കിൽ ജീവജാലികയാണ്, സസ്യകേന്ദ്രീകൃതമായ ജീവജാലികയാണ് കാണുന്നത്. എഫോട്ടിക് മേഖല എന്താണ്? 1000 മീറ്ററിന് താഴെ സൂര്യപ്രകാശം വളരെ കുറവായതിനാൽ പ്രകാശ സംശ്ലേഷണം നടക്കാത്ത മേഖലയാണ് എഫോട്ടിക് മേഖല. മേൽത്തട്ടിലെ ജീവികളുടെ മൃതാവശിഷ്ടങ്ങളാണ് എഫോട്ടിക് മേഖലയിലെ ജന്തുക്കൾ ആഹാരമാക്കുന്നത്. അപ്പോൾ മേൽത്തട്ടിലെ മൃതാവശിഷ്ടങ്ങൾ, യൂഫോട്ടിക് മേഖലയിലെ മൃതാവശിഷ്ടങ്ങളാണ് എഫോട്ടിക് മേഖലയിലെ ജന്തുക്കൾ ആഹാരമാക്കുന്നത്. രാസസംശ്ലേഷണം നടത്തുന്ന ബാക്ടീരിയകളും പ്രകാശം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ജീവികളും ഇവിടെ ഉണ്ട്. അപ്പോൾ രാസസംശ്ലേഷണം എന്താണ്? രാസവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്നതാണ് രാസസംശ്ലേഷണം നടത്തുന്ന ബാക്ടീരിയകൾ. അതുപോലെ പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്ന ജീവികൾ, ഈല് അതുപോലെയുള്ള പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നവയില്ലേ ജീവികളായിട്ട്, അവയൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? ലൂമിനസെൻസ് ഉള്ള ജീവികളൊക്കെ എവിടെയാണ് കാണപ്പെടുന്നത്? ഏറ്റവും അടിഭാഗത്തെ മേഖലയിലാണ്. അതായത് എഫോട്ടിക് മേഖല, പ്രകാശമില്ലാത്ത മേഖലയിലാണ് വെളിച്ചമുണ്ടാക്കുന്ന ജീവികളൊക്കെ ഉള്ളത്. അതുപോലെ രാസസംശ്ലേഷണം നടത്തുന്ന ബാക്ടീരിയകൾ, ഓരോ മേഖലയിലും കാണുന്ന ജീവികൾ, അതുപോലെ ആ മേഖലയുടെ പേര്, അതുപോലെ എത്ര മീറ്ററിനുള്ളിൽ, 200 മീറ്റർ, അതുപോലെ 200-നും 1000-നും 1000-ന് താഴെ ആ മീറ്ററും പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇനി കണ്ടൽ കാടുകൾ എന്താണ്? കണ്ടൽ കാടുകൾ കാണപ്പെടുന്ന ഭാഗം കായലും കടലും ചേരുന്ന ഭാഗത്താണ് കണ്ടൽ കാടുകൾ കാണുന്നത്. ആ ഉപ്പുവെള്ളം നിറഞ്ഞ ഒരു സ്ഥലത്ത്, എന്നാൽ ഒഴുക്കില്ലാത്ത ഒരു മേഖലയായിട്ട് ഒരു ചതുപ്പിലാണ് കണ്ടൽ കാടുകൾ കാണുന്നത്. കണ്ടൽ കാടുകൾ നൽകുന്ന സേവനങ്ങൾ എന്താണ്? മത്സ്യസമ്പത്തിൻ്റെ ഉറവിടമാണ്, ജൈവ വൈവിധ്യത്തിൻ്റെ കലവറ, തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷണം, മണ്ണ് ഇടിഞ്ഞു പോകാതെ ഇവയുടെ വേരുകൾ തടഞ്ഞു നിർത്തുന്നു. മണ്ണൊലിപ്പ് തടയാൻ നമ്മൾ ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത് പോലെ കണ്ടൽ കാടുകൾ തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷിക്കുന്നു, മണൽത്തിട്ട ഇടയാതെയൊക്കെ സൂക്ഷിക്കുന്നു. നിത്യഹരിത വനങ്ങളെ അപേക്ഷിച്ച് 4-5 ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നതിലൂടെ ആഗോളതാപനത്തിനെതിരെയുള്ള പ്രതിരോധം. ഇപ്പോൾ കൂടുതലായിട്ടും കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യാനും നമ്മുടെ
ആഗോളതാപനത്തെ ചെറുക്കാനും കഴിയുന്ന ഒരു സസ്യമാണ് കണ്ടൽക്കാടുകൾ. പിന്നെ സുനാമി തിരകളെയൊക്കെ തടയാൻ നല്ലതാണ്, കണ്ടൽക്കാടുകൾ നല്ലതാണ്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിലൂടെ ശ്രദ്ധേയനായ പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലേൽ പൊക്കുടൻ. കല്ലേൽ പൊക്കുടൻ്റെ ആത്മകഥ കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം. ഈ ക്വസ്റ്റ്യൻ പല പ്രാവശ്യം PSC ചോദിച്ചിട്ടുണ്ട്, ആത്മകഥയുടെ പേര്. ഇനി ലോകത്തെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള വൻകരയാണ് ഏത്? ഏഷ്യ. ലോകത്തെ ഏറ്റവും കുറച്ച് കണ്ടൽക്കാടുകളുള്ള വൻകരയാണ് ആഫ്രിക്ക. അവിടെ ഏറ്റവും കൂടുതൽ നിത്യഹരിത വനങ്ങളാണുള്ളത് അല്ലേ. അപ്പോൾ ഏഷ്യയിൽ കൂടുതൽ കണ്ടൽക്കാടുകൾ കുറവ് ആഫ്രിക്ക. കണ്ടൽ വൈവിധ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന വൻകരയും ഏഷ്യയാണ്. കുറേ ടൈപ്പ് ഓഫ് കുറേ കണ്ടൽ കാടുകൾ, മാൻഗ്രോവ്സ് കുറേ കാണുന്നത്, ടൈപ്പുകൾ കൂടുതൽ കാണുന്നത് എവിടെയാണ്? ഏഷ്യയിലാണ്. കണ്ടൽ കാടുകളുടെ വിസ്തൃതിയിൽ ലോകത്ത് 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്തോനേഷ്യ. അപ്പോൾ വിസ്തൃതിയിൽ 1-ാം സ്ഥാനത്ത് ഇന്തോനേഷ്യയാണ്. അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ ഓർത്ത് വയ്ക്കുക. വൺ വേർഡായിട്ടും അതുപോലെ ഒരുപാട് കൂട്ടത്തിൽപ്പെടാത്തതും അങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ്. ഈ സമുദ്രത്തിൻ്റെ മേഖലകൾ, തട്ടുകൾ, സോണുകളായിട്ട് തിരിച്ചിരിക്കുന്ന ഈ മേഖലകൾ എപ്പോഴും പുതിയൊരു അറിവാണ്, പഴയ SCERTയിലൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇനിയും അടുത്ത പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.